ഒരു മലയാള സിനിമയ്ക്ക് വേണ്ടി അടുത്ത കാലത്തൊന്നും ആരാധകർ ഇതുപോലെ കാത്തിരുന്നിട്ടുണ്ടാവില്ല. അങ്ങനെയാണ് എമ്പുരാനോടുള്ള പ്രേക്ഷകരുടെ പ്രതികരണം. ഇന്ന് മാർച്ച് 21 രാവിലെ 9 മണിയോടെയാണ് ഇന്ത്യയിൽ എമ്പുരാനുള്ള അഡ്വാൻസ് ബുക്കിംഗ് ആരംഭിച്ചത്. ബുക്കിംഗ് ഓപ്പൺ ആവുന്നത് എന്നാണെന്ന് നോക്കി നിന്നവരും ആദ്യത്തെ ഷോന് തന്നെ കയറണമെന്ന് ഉറപ്പിച്ചവരും ഐമാക്സിൽ ഇരുന്ന് കാണണമെന്നുള്ളവരുമെല്ലാം ക്ലോക്കിൽ നോക്കിയിരുന്ന് ബുക്ക് ചെയ്യാനെത്തി. എന്നാൽ ബുക്കിംഗ് ഓപ്പണായി മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ബുക്ക് മൈ ഷോ അടക്കമുള്ള ബുക്കിംഗ് ആപ്പുകൾ ഹാങ് ആയി, സെർവർ ഡൗൺ ആയി, ഫസ്റ്റ് ഷോകൾ മുഴുവൻ ഫില്ലായി കഴിഞ്ഞു. മലയാള സിനിമാ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മുതൽ മുടക്കേറിയ ചിത്രമാണ് എമ്പുരാൻ. ഐമാക്സിൽ ആദ്യമായി റിലീസാവുന്ന മലയാള സിനിമ. മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ തുടങ്ങിയ ഭാഷകളിൽ പുറത്തിറങ്ങുന്ന എമ്പുരാന്റെ ആദ്യ ഷോ മാർച്ച് 27 രാവിലെ 6 മണിക്കാണ് തുടങ്ങുന്നത്. മോഹൻലാൽ, മഞ്ജു വാര്യർ, ടൊവിനോ തോമസ്, സച്ചിൻ ഖേദേക്കർ, പൃഥ്വിരാജ്, ഇന്ദ്രജിത്ത്, ശിവദ, സായ്കുമാർ, സുരാജ് വെഞ്ഞാറമൂട്, കാർത്തികേയ ദേവ്, ഒസിയൽ ജിവാനി, സത്യജിത് ശർമ്മ, ശുഭാംഗി ലത്കർ, ഐശ്വര്യ ഒജ്ഹ, നിഹാദ് ഖാൻ, നയൻ ഭട്ട്, ബൈജു സന്തോഷ്, നന്ദു, സാനിയ അയ്യപ്പൻ, കാർത്തിക് എന്നിവരടക്കം ഹോളിവുഡിലെയും ബോളിവുഡിലെയും വലിയ താരനിരയാണ് എമ്പുരാനിലുള്ളത്. മുരളി ഗോപി തിരക്കഥയും പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനവും വഹിച്ച സിനിമയുടെ നിർമ്മാണത്തെപ്പറ്റിയുള്ള വാർത്തകളായിരുന്നു കഴിഞ്ഞ ആഴ്ച സോഷ്യൽ മീഡിയ നിറയെ. ആശീർവാദ് സിനിമാസും ലൈക്ക പ്രൊഡക്ഷൻസും ചേർന്ന് നിർമ്മാണം ആരംഭിച്ച സിനിമ അവസാന ഘട്ടത്തോടെ ശ്രീ ഗോകുലം മൂവീസ് ഏറ്റെടുക്കുകയും ലൈക്കയെ സെറ്റിൽ ചെയ്യുകയും ചെയ്തിരുന്നു. സുജിത് വാസുദേവ് ഛായാഗ്രഹണവും അഖിലേഷ് മോഹൻ എഡിറ്റിംഗും നിർവഹിച്ച ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചത് ദീപക് ദേവാണ്. ഏതാണ്ട് 3 മണിക്കൂറോളമാണ് എമ്പുരാന്റെ ദൈർഘ്യം.